അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 8 RSS പ്രവർത്തകർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശിക്ഷയ്ക്ക് പുറമെ 50,000 രൂപ പിഴയും ഒടുക്കണം. പിഴയൊടുക്കിയില്ലെങ്കിൽ 2 മാസം അധിക തടവ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. CPIM പ്രവർത്തകനായ അമ്പലത്തിൻകാല അശോകനെ RSSകാർ കരുതിക്കൂട്ടി ആസൂത്രിതമായി കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 8 RSS പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞയാഴ്ച കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 RSS പ്രവർത്തകർക്കും ജീവപര്യന്തം ശിക്ഷ. മാത്രമല്ല, ശിക്ഷയ്ക്ക് പുറമെ ഓരോ ആൾ 50,000 രൂപ വീത പിഴയും ഒടുക്കണം എന്നുള്ള വിവരങ്ങൾ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 2 മാസം അധിക തടവ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കേസിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് വേണ്ടി ഹക്കീമാണ് ഹാജരായതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. RSSൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ ഉണ്ടായിരിക്കുന്നത്. CPIM പ്രവർത്തകനായ അമ്പലത്തിൻകാല അശോകനെ വൈകുന്നേരം 6:45 വകവരുത്തിയ RSS കാപാലികർ അതിൽ 2 പേരെ തെളിവുകളുടെ അഭാവത്തിൽ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ മറ്റ് 8 പേർക്കാണ് RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ശിക്ഷയ്ക്ക് പുറമെ 50,000 രൂപ പിഴയും ഒടുക്കണമെന്നാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരും. സുലേഖ, വലിയ തരത്തിലുള്ള തിരിച്ചടി. RSS വിവിധ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന ചില കൊലപാതകങ്ങൾ 228 CPIM പ്രവർത്തകരെയാണ് പല കാലഘട്ടങ്ങളിൽ RSSകാർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു വിധി കൂടി വന്നത്. RSS പ്രവർത്തകർ തന്നെയായിരുന്നു അതിലും ഈ പ്രതികൾ. അതിലടക്കം വലിയ ശിക്ഷയാണ്, വലിയ തിരിച്ചടിയാണ് RSSന് കിട്ടിയത്. RSS സംസ്ഥാനത്ത് അരിങ്കൊലയുടെ രാഷ്ട്രീയം പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ നീതിപീഠത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുകയും ചെയ്തു. ഇതിൽ സർക്കാർ പ്രോസിക്യൂഷൻ കൃത്യമായ ഇടപെടലുകൾ നടത്തി, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ മറ്റു കാര്യങ്ങൾ? എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ RSSകാരുടെ ഒരു കൊല അത് തന്നെയാണ് 2013 ഇത്തരത്തിൽ അമ്പലത്തിൻകാല കാട്ടാക്കട അമ്പലത്തിൻകാലിൽ വെച്ച CPIM പ്രവർത്തകനായ അശോകനെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് RSS പ്രവർത്തകർ മാറിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയ 8 പേർ, അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 8 പേർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് കുലക്കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. മറ്റു പ്രതികൾക്ക് ഈ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഗൂഢാലോചന കേസിലാണ്. ഇത്തരത്തിൽ കോടതി മറ്റു പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 50,000 രൂപ ഫൈൻ അടക്കണമെന്നുള്ള കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫൈൻ ഒടുക്കി സുലേഖ, ഏതായാലും CPIM പ്രവർത്തകനായ അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 8 പ്രതികൾക്കും RSSകാരായ 8 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ, ഒപ്പം തന്നെ 50,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു.